അപ്പോൾ ആദ്യം കിങ്ഡം മൊനീറ. ഇപ്പോൾ കിങ്ഡം മൊനീറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മൊനീറേനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തെയാണ് മൈക്കോപ്ലാസ്മ, രണ്ടാമത്തെയാണ് ബാക്ടീരിയ. മൈക്കോപ്ലാസ്മ എന്ന സ്മോളസ്റ്റ് സെല്ലാണ്. അത് ഏറ്റവും വളരെ ചെറിയ സെല്ലുകളാണ്. നോ സെൽ വാൾ, അതിനെന്താണ് ഒരു സെൽ വാളും ഇല്ല. ലീവ് വിത്തൗട്ട് ഓക്സിജൻ, ഇത് ഓക്സിജൻ ഇല്ലാതെ അതിനെന്ത് ചെയ്യാം, ജീവിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ബാക്ടീരിയ എന്ന് വെച്ചാൽ ലാർജ് നമ്പർ ഓഫ് മൊനീറകളുടെ ലാർജ് നമ്പർ ഓഫിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ബാക്ടീരിയ എന്ന് പറയുന്നത്. ആൻഡ് ബാക്ടീരിയനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എങ്ങനെയാണ് നമ്മൾ എന്താണ് ബാക്ടീരിയനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹാബിറ്റൻറ്റിൻ്റെ ബേസ്ഡ്, അതായത് അത് എവിടെ ജീവിക്കുന്നു, എങ്ങനെ ജീവിക്കുന്നു അതിൻ്റെ ബേസിലും, പിന്നെ അതിൻ്റെ ഷേപ്പ് ബേസ്, അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് അതിൻ്റെ ബേസിൽ. അപ്പോൾ ഒന്നാമത്തെ ഹാബിറ്റൻറ്റ് ബേസ്ഡിനെ നമുക്ക് ആർച്ചി ബാക്ടീരിയ എന്നും യു ബാക്ടീരിയ എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അതിനകത്ത് ആർച്ചി ബാക്ടീരിയനകത്താണ് ഹാലോഫൈൽ, തെർമോ അസിഡോഫൈൽ ആൻഡ് മെത്തനോജൻസ്. ഇപ്പോൾ ഹാലോഫൈൽസ് എന്ന് വെച്ചാൽ സാൾട്ടി ഏരിയാസ്, ഇങ്ങനെ ഉപ്പ് രസമുള്ള ഏരിയാസ് ഇല്ലേ, അവിടെ ജീവിക്കുന്നവരാണ് നമ്മൾ ഹാലോഫൈൽസ് എന്ന് വിളിക്കുന്നത്. പിന്നെ തെർമോ അസിഡോഫൈൽസ് നല്ല ചൂടുള്ള ഹോട്ട് സ്പ്രിങ്ങിലൊക്കെ ജീവിക്കുന്നവരാണ്. ഇനി മെത്തനോജൻസ് മെസ്സി ഏരിയസ്, അല്ലെങ്കിൽ ഈ ചെളിയിൽ ഈ ഗട്ട് ഓഫ് റൂമൈൻസ്, അതായത് പശുവിൻ്റെയൊക്കെ വയറ്റിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു ടൈപ്പ് മെത്തനോജൻസ് ആണ്. ആർച്ചി ബാക്ടീരിയ ആണ് മെത്തനോജൻസ്. ഇനി യു ബാക്ടീരിയയിൽ എന്താണ്, സയാനോ ബാക്ടീരിയ, കീമോസിന്തറ്റിക്, ഹെറ്ററോട്രോപിക് ബാക്ടീരിയ. ഇത്തരം ക്ലാസിഫിക്കേഷനാണ് എന്താ ഹാബിറ്റൻറ്റ് ബേസ്ഡ് വരുന്നത്. ഇനി അതിൻ്റെ ഷേപ്പ് ബേസ്ഡ് ആണെങ്കിൽ ഒന്നാമത്തെയാണ് കോക്കസ്, രണ്ടാമത്തെ ബാസിലസ്, സ്പൈറിലം ആൻഡ് വിബ്രിയോൺ. ഇങ്ങനെ 4 ടൈപ്പ് ഓഫ് ഷേപ്പ് ബേസ്ഡ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു ബാക്ടീരിയനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സയാനോ ബാക്ടീരിയ എന്ന് വെച്ചാൽ ഒരു ബ്ലൂ ഗ്രീൻ ആൽഗയാണ്. ഇപ്പോൾ ഒരു 1 മാർക്ക് 2 മാർക്കൊക്കെ സെഷനകത്ത് നമുക്കിങ്ങനെ ചിലപ്പോൾ ചോദിക്കാം, ഒരു ബ്ലൂ ഗ്രീൻ ആൽഗ അല്ലെങ്കിൽ എന്താണ് സയാനോ ബാക്ടീരിയ ആണ്. അത് എന്തിനാണ് സഹായിക്കുന്നത്, ഹെൽപ്പ് ഇൻ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് നടക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നു. അതിന് 2 എക്സാമ്പിളാണ് നോസ്റ്റോക്ക് ആൻഡ് അനാബെന എന്ന് പറയുന്നത്. ഇത് നൈട്രജനെ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഫിക്സ് നൈട്രജൻ. ഓക്കെ, ആൻഡ് നമ്മളൊരു നോസ്റ്റോക്കിനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ ഈ ചെറിയ റൗണ്ടുകൾ കണ്ടോ, ഈ ഓരോ റൗണ്ടും എന്താണ്, നോസ്റ്റോക്കാണ്. ഓരോ റൗണ്ടും നോസ്റ്റോക്കാണ്. ഈ ഒരു നോസ്റ്റോക്കിനെ എല്ലാം കൂടെ നമ്മൾ കൂടി വിളിക്കുന്ന പേരാണ് കൊളോണിയൽ. ആൻഡ് എ ഷീത്ത് ഈസ് കവേർഡ്, എന്ത് ചെയ്യുന്നത്, ഈ നോസ്റ്റോക്കിനെ ഒരു ഷീത്ത് കവർ ചെയ്യുന്നുണ്ട്, അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് മ്യൂസിലേജ് ഷീത്ത്. അപ്പോൾ അതൊന്ന് പഠിച്ചതാണ് ചിലപ്പോൾ ചോദിക്കാം, ഒരു എന്താണ് നോസ്റ്റോക്കിനെ കവർ ചെയ്യുന്ന ഷീറ്റിൻ്റെ പേര് എന്താണ്, മ്യൂസിലേജ് ഷീറ്റ് എന്നാണ്. ഓക്കെ, ഇനി നമ്മൾ അപ്പോൾ അത്രേ ഉള്ളൂ കിങ്ഡം മൊനീറ എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തത് നമുക്ക് കിങ്ഡം പ്രോട്ടിസ്റ്റ, അത് നമുക്ക് നോക്കാം. കിങ്ഡം പ്രോട്ടിസ്റ്റനെ നമ്മൾ 5 ആയിട്ടാണ് തരം തിരിച്ചേക്കുന്നത്. അത് ഡയനോഫ്ലാജെല്ലേറ്റ്, ഇഗ്ലുനോയിഡ്സ്. അപ്പം സെക്കൻഡ് കിങ്ഡമാണ് കിങ്ഡം പ്രോട്ടിസ്റ്റ. ഇപ്പോൾ കിങ്ഡം പ്രോട്ടിസ്റ്റനെ 5 ഡിവിഷൻസ് ആയിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഡയനോഫ്ലാജെല്ലേറ്റ്, ഇഗ്ലുനോയിഡ്, ക്രൈസോഫൈറ്റ്, പ്രോട്ടോസോവൻ ആൻഡ് സ്മൈമോഡ്യൂൾസ്. ഇങ്ങനെ 5 കിങ്ഡംസ് ആണ് കിങ്ഡം പ്രോട്ടിസ്റ്റയ്ക്കുള്ളത്. അപ്പോൾ ഈ പ്രോട്ടോസോവൻസ് തന്നെ എത്രയാണ്, 4 ടൈപ്പ് ഓഫ് ആണ് നമുക്കുള്ളത്. ഒന്നാമത്തെയാണ് അമീബോയ്ഡ് പ്രോട്ടോസോവൻ, അതിന് എക്സാമ്പിളാണ് അമീബ. ഫ്ലാജെല്ലേറ്റഡ് പ്രോട്ടോസോവൻ എക്സാമ്പിളാണ് ട്രിപ്പനോസോമ. സീലിയേറ്റഡ് പ്രോട്ടോസോവൻ എക്സാമ്പിളാണ് പാരമീഷ്യം. പ്രോസോൺ അല്ലെങ്കിൽ പോർസോൺ, അതിന് എക്സാമ്പിളാണ് പ്ലാസ്മോഡിയം. ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഇതുപോലെ 4 ടൈപ്പ് ഓഫ് പ്രോട്ടോസോവൻസ് ആണ് നമുക്കുള്ളത്. ഇതും പഠിക്കണം, ഇതിൻ്റെ എക്സാമ്പിളും എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി എന്താണ് ഡയാറ്റംസ്? ഇപ്പോൾ ഡയാറ്റംസിൻ്റെ സെൽവാൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോളിഷിങ്, ഫിൽറ്ററിങ് ഓഫ് ഓയിൽ ആൻഡ് സിറപ്പ്. അപ്പോൾ അതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. ഡയാറ്റംസിൻ്റെ സെൽവാൾ ഈസ് യൂസ്ഡ് ഫോർ എന്തിനൊക്കെയാണ്, പോളിഷിങ്, ഫിൽറ്ററിങ് ഓഫ് ഓയിൽ ആൻഡ് സിറപ്പ്. ഇനി അടുത്താണ് ഡയറ്റമേഷ്യസ് എർത്ത്. എങ്ങനെയാണ് ഡയറ്റമേഷ്യസ് എർത്ത് ഫോം ചെയ്യുന്നത്, എങ്ങനെയാണ്, അക്യുമുലേഷൻ ഓഫ് സെൽ വാൾ ഓഫ് ഡയാറ്റം ഇൻ ദി സീ ഫോർ ബില്യൺസ് ഇയേഴ്സ്. അതായത് ഈ ഒരു ഡയാറ്റംസ് ഇങ്ങനെ ഡെഡായി പോകും, അതായത് ചത്തുപോകുമ്പോൾ അതിൻ്റെ സെൽവാൾസ് എന്ത് ചെയ്യും, ഈ കടലിനടിയിൽ ചെന്ന് അവിടെ ഇങ്ങനെ അക്യുമുലേറ്റ് ആയി പോകും. ഇങ്ങനെ നിറഞ്ഞ് ലാസ്റ്റ് അവിടെ ഒരു എന്താണ്, ഡയറ്റമേഷ്യസ് എർത്തായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇതിനെയാണ് നമ്മൾ ഡയറ്റമേഷ്യസ് എർത്ത് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് കിങ്ഡമാണ്, തേർഡ് കിങ്ഡമാണ് കിങ്ഡം ഫഞ്ചൈ.
ഇപ്പോൾ ഫംഗൈ എന്ന് വെച്ചാൽ ഓൾ ഫംഗൈ ആർ മൾട്ടി സെല്ലുലാർ എക്സെപ്റ്റ് ഈസ്റ്റ്. അതായത് എല്ലാ ഫംഗൈയും എന്താണ് മൾട്ടി സെല്ലുലാറാണ്, പക്ഷേ ഈസ്റ്റ് എന്നത് എന്താണ് യൂണി സെല്ലുലാറാണ്. ഈസ്റ്റും ഒരു ഫംഗസ് ആണ്, പക്ഷേ അത് മാത്രം എന്താണ് ഒരു യൂണി സെല്ലുലാറാണ്. അതൊന്ന് ഓർത്തിരുന്നോണം. ഓക്കെ, ഇനി ഫംഗസ് കമ്പൈൻ വിത്ത് ആൽഗെ. അതായത് ഫംഗസ് ആൽഗയുമായിട്ട് കമ്പൈൻ ചെയ്യാൻ അവിടെ എന്ത് ഫോം ചെയ്യും? ലൈക്കൻ ഫോം ചെയ്യും. ഇനി ഫംഗസ് റൂട്ട് ഓഫ് ദി പ്ലാന്റുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ മൈക്കോറൈസ എന്ന് പറയുന്നത് എന്നതെല്ലാം ഒരു ഫംഗസ് ആണ്, അത് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഒരു ഫംഗസിൻ്റെ സ്ട്രക്ചർ? ഒരു ഫംഗസിൻ്റെ സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ലൈൻസ് ഓഫ് ആയിരിക്കും എന്താണ് ഓരോ ഫംഗസും ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലൈൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈഫെ. അപ്പോൾ ഇങ്ങനെ ഹൈഫകൾ തമ്മിൽ കൂടി ഒരുപാട് ഹൈഫകൾ, ഇങ്ങനെ ലൈൻസ് പോലെ ഒരുപാട് ഹൈഫകൾ തമ്മിൽ കൂടിയിരിക്കുന്നതിനാണ് നമ്മൾ മൈസീലിയം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നെറ്റ്വർക്ക് ഓഫ് ഹൈഫ ഈസ് കോൾഡ് മൈസീലിയം. ഇപ്പോൾ ഹൈഫയുടെ ഓരോ നെറ്റ്വർക്ക്, ഒരു കൂട്ടത്തിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മൈസീലിയം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഈ ചില ഹൈഫകളെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അതിങ്ങനെ ചെറിയ ചെറിയ ലൈൻസ് കാണും, ചെറിയ സ്മോൾ ലൈൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ലൈൻസ് ഉള്ളതിനാണ് നമ്മൾ സെപ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. വിത്തൗട്ട് ലൈനുകൾ ഇല്ലാത്തതിനെ നമ്മൾ അസെപ്റ്റേറ്റ് എന്നാണ് വിളിക്കുന്നത്. അതൊന്ന് ഓർത്തോണം കേട്ടോ. ഇനി എത്ര ടൈപ്പ് ഓഫ് ഫംഗസ് ആണ് ഉള്ളത്? ഫംഗസ് എന്ന് വെച്ചാൽ എന്താണ്? ഫൈക്കോമൈസെറ്റീസ്, അതിന് എക്സാമ്പിൾ റൈസോപ്പസ്. അസ്കോമൈസെറ്റീസ്, അതിന് എക്സാമ്പിളാണ് ഈസ്റ്റ് അല്ലെങ്കിൽ ന്യൂറോസ്പോറ. ഇതൊരു ജനറ്റിക് ആയിട്ടുള്ള ഒരു എന്താണ് ഫംഗസ് ആണ്. ഇനി ഡ്യൂട്രോമൈസെറ്റീസ്, ട്രൈക്കോഡേർമയാണ് അതിന് എക്സാമ്പിൾ. പിന്നെ എന്താണ്? ബസിഡോമൈസെറ്റീസ്. ഇങ്ങനെ പറയുന്ന 4 ടൈപ്പ് ഓഫ് എന്താണ് ഫംഗസുകളും അവരുടെ എക്സാമ്പിളും ഓർത്തിരുന്നോണം. ഓക്കെ, ഇനി എങ്ങനെയാണ് ഫംഗസിൻ്റെ റീപ്രൊഡക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെജിറ്റേറ്റീവ് ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ നടത്തും, അസെക്ഷൽ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻസും എന്ത് ചെയ്യുന്നുണ്ട്? ഫംഗസ് നടത്തുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് വൈറസ്. വൈറസ് എന്ന് വെച്ചാൽ അതിനൊരു സെല്ലില്ല, പക്ഷേ അത് ലീവിങ് ആണ്. ദർ ഈസ് നോ സെൽ ബട്ട് ലീവിങ് ആണ്. ദേ ഓൺലി ഹാവ് എ പ്രോട്ടീൻ കോട്ട് ആൻഡ് ന്യൂക്ലിക് ആസിഡ്. ഒരു വൈറസിന് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രോട്ടീൻ കോട്ടും അതുപോലെ തന്നെ ന്യൂക്ലിക് ആസിഡ് എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ RNA ഓർ DNA അല്ലെങ്കിൽ അത് മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. പ്രോട്ടീൻ കോട്ട് ഈ ഒരു അല്ലെങ്കിൽ വൈറസിനെ കവർ ചെയ്തിരിക്കുന്ന പ്രോട്ടീൻ കോട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാസ്പിഡ്. 1 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. അതായത് വൈറസിനെ കവർ ചെയ്തിരിക്കുന്ന പ്രോട്ടീൻ കോട്ടിൻ്റെ പേരാണ് ക്യാപ്സിഡ്. ഓക്കെ, ഇനി ഈ വൈറസ് വരുത്തുന്ന ഡിസീസ് എവിടെ? ആനിമൽസിൽ പരത്തുന്നതാണ് എയ്ഡ്സ്, സ്മോൾ പോക്സ്. പ്ലാന്റിൽ പരത്തുന്നതാണ് കേളിംഗ് ഓഫ് ലീഫ് യെല്ലോയിങ്. അതായത് എന്താണ് ഈ ചെടികളുടെയൊക്കെ ഇലകൾ എന്തിങ്ങനെ മഞ്ഞ കളറായി പോവുകയും അതുപോലെ ഇങ്ങനെ എന്താണ് ചുരുണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കത്തില്ലേ, ആ ഒരു ഡിസീസൊക്കെ എന്താണ് ഈ ഒരു വൈറസ് കാരണം വരുത്തുന്നതാണ്. ഇനി എന്താണ് വൈറോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനൊരു പ്രോട്ടീൻ കോട്ട് ഇല്ല, ഒൺലി ന്യൂക്ലിക് ആസിഡ്. പക്ഷേ വൈറസിന് എന്താണ്? ഒരു പ്രോട്ടീൻ കോട്ടും ഉണ്ട്, ന്യൂക്ലിക് ആസിഡും ഉണ്ട്. വൈറോയിഡ്സിന് ഒരു പ്രോട്ടീൻ കോട്ടും ഇല്ല, അതിന് എന്ത് മാത്രമേ ഉള്ളൂ? ന്യൂക്ലിക് ആസിഡ് മാത്രമേ ഉള്ളൂ, അതായത് RNA. ഓക്കെ, ഇനി വൈറോയിഡ്സ് പരത്തുന്ന ഡിസീസ് എന്ന് വെച്ചാൽ പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക.